എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ദാനിയേലിൻ്റെ പുസ്തകം 11 അധ്യായം 32 ദാനിയേൽ 11:32. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ദൈവത്തെ അറിയുന്ന ജനം. ബിൽക്കിസ് ഷെയ്ഖ് എന്ന ഉന്നത കുലജാതയായ പാകിസ്ഥാനി വനിത ദൈവം എൻ്റെ പിതാവായപ്പോൾ എന്ന തൻ്റെ ആത്മകഥയിൽ വിവരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. താൻ ഒരു സ്വപ്നത്തിലൂടെയാണ് യേശു കർത്താവിലേക്ക് ആകർഷിക്കപ്പെട്ടത്. എങ്കിലും തനിക്ക് യേശുവിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. വളരെ ചിന്തിച്ച ശേഷം ഞാൻ ഒറ്റയ്ക്ക് ഒരു സന്ധ്യാവേളയിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ മിഷണറി കുടുംബത്തെ കാണാൻ പോയി. ആ സമയത്ത് അവിടെ മിഷണറിയുടെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഇച്ഛാഭംഗത്തോടെ ആ മാതാമ്മയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. താങ്കൾക്ക് ദൈവത്തെപ്പറ്റി എന്തെങ്കിലും അറിയാമോ? അവരുടെ മറുപടി മാഡം ഷെയ്ഖിനെ ഞെട്ടിച്ചു. എനിക്ക് ദൈവത്തെപ്പറ്റി ഒന്നും അറിയില്ല, പക്ഷേ എനിക്ക് ദൈവത്തെ അറിയാം. തുടർന്ന് അവരിലൂടെ ആശയവിനിമയങ്ങൾ നടത്തുകയും കർത്താവിനെ സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ അറിയുന്നു, അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്നു, അവർക്കായി കരുതുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യാനാവാത്ത ഒരു കാര്യമാണ്. എന്നാൽ അതികഠിനമായ ദുർഘട സമയങ്ങൾ ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഉറച്ചു നിൽക്കാനും വീര്യം പ്രവർത്തിക്കാനും ദൈവത്തെ അറിയുന്ന ജനത്തെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ദാനിയേൽ 11:32 ഒരു ചെറിയ വാക്കുണ്ട്, എങ്കിലും. ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ കഴിയാത്ത കഠിന ശോധനയുടെ നടുവിൽ ഒരു കൂട്ടം ആളുകൾ ബലപ്പെട്ട് ഉറച്ചു നിന്ന് ചിലതൊക്കെ സാധിച്ചെടുക്കുന്നു. അവർ ബലപ്പെടാൻ കാരണം അവർ യഥാർത്ഥമായി ദൈവത്തെ അറിയുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഒരു വ്യക്തിയെ അറിയുന്നത് പലതരത്തിലും പല നിലകളിലുമാണ്. മാതാപിതാക്കൾ അറിയുന്നതും കുഞ്ഞുങ്ങൾ അറിയുന്നതും ഭാര്യ അറിയുന്നതും സ്നേഹിതൻ അറിയുന്നതും സഹോദരങ്ങൾ അറിയുന്നതും എല്ലാം അറിവ് തന്നെയാണ്. പക്ഷേ അവയെല്ലാം പല തട്ടുകളിലും വ്യത്യസ്ത നിലകളിലുമാണ്. ഇങ്ങനെയുള്ള അറിവുകൾ ആഴത്തിലുള്ള അറിവാകണമെന്നില്ല. ഇതുപോലെ ദൈവത്തെയും പല തട്ടുകളിൽ അറിയുന്ന ജനമുണ്ട്. ഭയത്തോടെ മാറി നിന്ന് ദൈവത്തെ അറിയുന്ന ചില കൂട്ടരുണ്ട്. ഒരു പരിധിക്കപ്പുറം ദൈവവുമായി ബന്ധപ്പെടാൻ താല്പര്യമില്ലാത്തവർ. പഴയ നിയമകാലത്ത് ദേവാലയത്തിലെ ദൈവസാന്നിധ്യം സമാഗമന കൂടാരത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മാത്രമാണ് മഹാപുരോഹിതൻ സർവ്വജനത്തിൻ്റെയും പാപപരിഹാരത്തിനായി ധൂപം അർപ്പിക്കാൻ കടന്നുപോയിരുന്നത്. അതും അനേക മുൻകരുതലുകളുടെയും പ്രത്യേക വേഷവിധാനങ്ങളോടും കൂടിയൊക്കെ ആയിരുന്നു. പഴയ നിയമകാലത്ത് ഭക്തന്മാർ ദൈവത്തെ അഭിസംബോധന ചെയ്തിരുന്നത്, സൈന്യങ്ങളുടെ ദൈവമേ, അബ്രഹാമിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്നൊക്കെയായിരുന്നു. കർത്താവ് ഭൂമിയിൽ വന്നപ്പോഴാണ് ഒരു പുതിയ ബന്ധം പ്രകടമായതും സ്ഥാപിച്ചത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലെങ്കിൽ എൻ്റെ അപ്പ എന്നും ഏതു നേരത്തും എവിടെയും ദൈവത്തെ വിളിക്കാനുള്ള പദവിയും സ്വാതന്ത്ര്യവും നമുക്ക് അവിടുന്ന് ലഭ്യമാക്കി തന്നു. ഇന്ന് നമുക്ക് ഒരു പുത്രന്റെ അവകാശത്തോടും സ്വാതന്ത്ര്യത്തോടും അധികാരത്തോടും കൂടെ എപ്പോൾ വേണമെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ ക്രിസ്തുവിലൂടെ അവിടുന്ന് വഴിയൊരുക്കി കഴിഞ്ഞു. ദൈവത്തെ അനുഭവിച്ചറിയണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. പിതാവിനോട് കേട്ടതെല്ലാം അവിടുന്ന് നമ്മോട് അറിയിച്ചിരിക്കുന്നു. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവ് എങ്ങനെയാണെന്ന് പൂർണ്ണമായും പുത്രൻ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു.
പിതാവിനെ പൂർണ്ണമായി അറിയാൻ യേശു കർത്താവിനെ അനുഭവിച്ചറിഞ്ഞാൽ മാത്രം മതി. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ആരാണ് എന്നത് വലിയൊരു ചോദ്യമാണ്. അനേകം ആളുകളോട് ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ വ്യത്യസ്തമാവാം. ജീവിതത്തിൽ അനുഭവിച്ച ദൈവികത അല്ലെങ്കിൽ ദൈവിക ഇടപെടൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ അറിയുന്ന ദൈവജനം പല രീതിയിൽ ഈ ദൈവത്തെ വർണ്ണിക്കാനും വ്യാഖ്യാനിക്കാനും ശ്രമിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരാണ്, നമ്മൾ എങ്ങനെയാണ് ഈ ദൈവത്തെ അറിഞ്ഞതും സ്വീകരിച്ചതും, നമ്മെ തന്നെ വിചിന്തനം ചെയ്യാം. ഓരോ നാളും നമ്മളെ പരിപാലിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് വ്യക്തിപരമായ ഒരു അടുപ്പം ദൈവത്തോട് നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ നമുക്കിടയാകട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ ദിവസത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. സാധ്യതകളുടെയും നന്മകളുടെയും പുതിയ പകലിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. കൈവിടാതെ കാത്തുകൊള്ളണമേ. അവിടുന്ന് കരുണയുള്ളവനായി കരം തന്ന് വഴി നടത്തണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴി നടത്തിയ സമയങ്ങളെ ഓർക്കുവാൻ, കരുതലിനെ ഓർക്കുവാൻ, പുതിയ തീരുമാനങ്ങളോടും പ്രതീക്ഷകളോടും പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. യേശു മിശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും ആലോചനയും നമ്മോടുകൂടെ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.